സ്ഥാനാർത്ഥിക്കും കൂടി ഒരാൾ മതി എന്നാണ് ഇപ്പൊ പാലക്കാട്ടിലെ അമ്മമാരും സഹോദരന്മാരും ഒക്കെ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ഓരോ വീടുകളിലും കയറി ചെല്ലുകയാണ്. യു.ഡി.എഫ് വിജയിച്ച മമ്മൂട്ടിയെ കൊണ്ടുവരുന്നതാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. ഇപ്പൊ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കൃത്യമായിട്ട് സന്ദേശം നൽകലാണോ? അതായത് വികസനമാണ് ലക്ഷ്യമെന്നുള്ള അത്തരത്തിലൊരു കൃത്യമായ സന്ദേശം നൽകലാണോ? തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ വികസനത്തെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തോട് ചോദിക്കുന്നത് മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകർ ഇന്നും ദുരിതം അനുഭവിക്കുന്നതിനെ കുറിച്ചാണ്. ജലസാന്ദ്രത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പാലക്കാട്, അത്യുഷ്ണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് ഒരുപക്ഷെ സ്ഥാനാർത്ഥിക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാനേ പാടില്ലാത്തതുള്ളൂ അല്ലെ? ഇപ്പോ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ശോഭയ്ക്ക് ഏതാണ്ട് 50ഓളം വരുന്ന ആളുകൾ ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ 50 കുളങ്ങൾ കുഴിക്കാൻ വേണ്ടി 5 സെന്റ് തരാമെന്ന് ഇങ്ങോട്ടേക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് 52ഓളം ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത്, അവരുമായി ചർച്ച നടത്തുന്നത് ISROയുടെ ഡയറക്ടറാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് സയന്റിഫിക്കായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് ഇവിടെ ഞങ്ങൾ ജലസംഭരണി എങ്ങനെ ഉയർത്താൻ സാധിക്കും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പ്രൊഫസർമാരുടെ നേതൃത്വത്തിൽ മറ്റൊരു ടീമുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. സമഗ്രമായിട്ടുള്ള വികസനം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്.